സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. വെൽക്കം ടു ദ ഷോ. വെൽക്കം. ഓക്കെ, എനിക്കറിയാം കുറെ ടയർഡായിട്ടിരിക്കുകയാണ്, ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത്. നിഖില് ഇങ്ങനെ കുട്ടിക്ക് വയ്യല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇല്ല, ചുമ മാത്രമേ ഉള്ളൂ, മാറി. അത് കഥ ഇന്ന് വരെയിലെ കഥ. ഹക്കീം പറ. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. അല്ല, അത് ചോദിച്ചിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ക്യാരക്ടറിന് പേരില്ല? അപ്പൊ നിങ്ങൾ എങ്ങനെ വിളിക്കുക ക്യാരക്ടറിന്? എടോ, ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എന്നിട്ട് അങ്ങനെയാണ് ക്യാരക്ടർ. എന്താണ് എന്റെ കഥാപാത്രത്തിന് പേരുണ്ട്. ഭാഗ്യം എന്ന് വിളിക്കാറുള്ളൂ. എന്താണ് ക്യാരക്ടർ? ഒക്കെ തന്നെ ഇതിന്റെ വേറൊരു വെറൈറ്റി. ഇതിന് സിനിമയാണെങ്കിൽ ഇവിടെ ആരാ? ഞാൻ എന്റെ ക്യാരക്ടറുടെ പേര് ഉമ്മ എന്നാണ്. എന്താ പേര്? ഉമ്മ. എന്താ ഉമ്മ? പേര് പറഞ്ഞതാ ഉമ്മച്ചൻ. ഉമ്മ എന്ന് വിളിക്കും. പ്രണയ സിനിമകൾ ഘടകം ചെയ്തു. അത് പ്രണയമല്ല, എന്നാലും അതിലും കുറച്ച് ലവ് സ്റ്റോറി ഒക്കെ ഉണ്ട്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. നോർമലി പറയുന്നതായിരിക്കും, പക്ഷെ അത് തഗ്ഗായിട്ട് മാറി. ലേഡി പൃഥ്വിരാജ് അല്ലെങ്കിൽ തഗ് റാണി. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ചില സത്യം അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ. എങ്ങനെ ഇതുപോലെ ഉരുളക്കുപ്പ് ഇതുപോലെ മറുപടി കൊടുക്കാൻ പറ്റുന്നത്? പറയൂ. അങ്ങനെ ചോദിച്ചാൽ അല്ല, എന്ത് പറഞ്ഞാലും അത് തഗ്ഗാവും. അപ്പൊ തന്നെ അവിടെ ഒരു കന്നഡ മറ്റേ ഇതൊക്കെ ഒന്നും. ഞാനെന്താ പറയാ, നീ ഇങ്ങനെ ഉപ്പേരി പോലെ കൊടുക്കുന്നു പറയൂ. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്. എന്നെ അടുത്തറിയാവുന്നവർക്ക് ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ കുറച്ചും കൂടെ അല്ലാതെ ആൾക്കാർ വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കതിൽ I feel something fishy. Fishy. ഞാൻ പുതിയതായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പണ്ടും ഇങ്ങനെയാണ്. എന്നെ അറിയാവുന്നത് ഞാൻ എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്നെ പറ്റി ഇതുപോലെയുള്ള പല പല കഥകളുണ്ട്. തർക്കുത്തരെ ഞാൻ പറയുന്നു. പണ്ട് ഭാഗതീയത കഴിഞ്ഞപ്പം സത്യനങ്ങള്, ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോൾ സത്യനങ്ങള് ഞാൻ എന്തിനും വിളിച്ചു. സത്യനങ്ങൾ ഫോൺ എടുത്താൽ ഹലോ ഞാൻ സത്യനാണ് എന്ന് പറയും. ഞാൻ സത്യനങ്ങൾ ഫോൺ എടുത്താൽ ഹലോ ഞാൻ സത്യനാണെന്ന് പറഞ്ഞു. ഞാൻ അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇത് ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല. ഞാൻ ആയ കാലം മുതലേ നിങ്ങൾ അറിയാൻ വൈകിയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു തർക്കുത്തരം പറയുന്ന കുട്ടി ഉണ്ടാക്കും. അതായിരിക്കും ചിലപ്പോൾ ഞാൻ. അല്ല, ഇപ്പം ഈ ചെറുതിൽ ഇങ്ങനെ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, തർക്കുത്തരൊക്കെ പറയും. ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ തഗ് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും? ഇല്ല, അത് നിങ്ങൾക്കാണ് അത് തഗ്ഗായിട്ട് തോന്നണേ. അത് നിങ്ങൾക്കാണ് അത് തഗ്ഗായിട്ട് തോന്നണേ. എനിക്കിത് ഞാൻ വർത്താനം പറയണതാണ്. അപ്പൊ എനിക്ക് വർത്താനം പറയുന്നതൊരു ബാധ്യത ആവില്ലല്ലോ. മീൻസ് തഗ് പറയണതൊരു ബാധ്യത എന്ന് പറയാൻ എനിക്കത് ഞാൻ തഗ്ഗായിട്ടാ പറയണമെന്ന് എനിക്ക് തോന്നാറില്ല. എന്നെ ഒരാള് ഭയങ്കരമായിട്ട് ട്വീക്ക് ചെയ്ത് സംസാരിച്ചാൽ എനിക്ക് അതുപോലെ തിരിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അതെന്താന്ന് എനിക്ക് അറിയില്ല. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. കുറേ കൂടെ അതെങ്ങനെയാ പറ്റിയെന്ന് വെച്ചാൽ അത് മീഡിയന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടാണ് എനിക്ക് പറ്റുന്നുള്ളൂ. കാരണം നിങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എനിക്ക് പറ്റില്ല. ഞാൻ അറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോകും. അത് പെട്ടെന്ന് അതൊക്കെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കാച്ചിയാൽ മതിയല്ലോ എന്ന് കരുതിയ. മാത്രമല്ല, മലയാളത്തിലെ കടുകട്ടി വാക്കുകൾ നിങ്ങളെ പോലെയുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ടുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ അഹങ്കാരമായിട്ട് തോന്നും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇങ്ങനെ പോയി എന്ത് ചെയ്യാൻ? ശരിയാണ്, അത് ചെയ്യാൻ പറ്റില്ല. വളർത്തുദോഷം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. എന്ത് ചെയ്യാൻ അമ്മച്ചി? കൂട്ടുകാരന് ഭ്രാന്തായി പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ?